ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു മോഡൽ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് കാണാനായിട്ട്. അതിനായിട്ട് ഞാൻ 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇത് 12 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇതുപോലത്തെ 14 പീസ് വേണം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. ഞാനിവിടെ 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് 2 സൈഡും ലൈറ്റർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിമിലാക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഫുള്ളായിട്ട് അത് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പെറ്റൽസിൻ്റെ ആകൃതിയിലുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതേപോലെ പതുക്കെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സാറ്റിൻ റിബൺ പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇത് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്. ഇതേപോലെ ഒന്ന് വലിച്ച് പിടിക്കുക. എന്നിട്ട് 2 അറ്റവും പിടിച്ചിട്ട് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് തുന്നിക്കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പെറ്റൽസിൻ്റെ ആകൃതിയിലുള്ള ഒരു ഇത് കിട്ടി നമുക്ക്. ഇതേപോലത്തെ 14 എണ്ണം നമുക്ക് അതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു കഷ്ണമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിൻ്റെ ഒരു കഷ്ണം വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുണ്ടാക്കിയ പെറ്റൽസ് പോലത്തെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനാണത്. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ഏതെങ്കിലും നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് പകുതി ഭാഗം പുറത്തേക്കും പകുതി ഇതിനോട് കൂടെ ചേർത്താണ് ഇത് ഒട്ടിക്കുന്നത് നമ്മൾ. ഇതേപോലെ 2 സൈഡിലും നിരത്തി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ എല്ലാം നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടി.
ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരു സ്റ്റോണ് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്റ്റോണുകൾ വാങ്ങിക്കാൻ കിട്ടും, അത് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ക്യാൻവാസിൻ്റെ ഒരു ചെറിയ കഷ്ണം റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതേപോലെ മുത്തുകൾ റൗണ്ട് ഷേപ്പായിട്ട് കുറച്ച് മുത്തുകൾ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ സ്റ്റോണിനൊക്കെ ഒരുപാട് റേറ്റ് വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് മുത്തുകൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെപ്പോഴും ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ കുറച്ച് മുത്തുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഇത് കിട്ടും. ഇതേപോലെ ഇനി അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് ഇവിടെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഇനി 2 ലേസിൻ്റെ 2 പീസുകൾ എടുക്കുക. ലേസ് സ്റ്റോൺ ആണത്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ വലിയ മുത്തുകൾ ഉണ്ടെങ്കിൽ അതായാലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനും ഭംഗിയുണ്ടാവും. അധികം ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും. രണ്ട് ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ 2 മുത്തെടുത്ത് 2 സൈഡിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്ലെയിൻ ഹെയർ ബാൻഡാണ് മെറ്റലിൻ്റെ. ഞാനത് സാറ്റിൻ റിബൺ പൊതിഞ്ഞ് വെച്ചതാണ്, സാറ്റിൻ റിബൺ കവർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോസിൽ സാറ്റിൻ റിബൺ ഇങ്ങനെ ചുറ്റുന്നത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത്. ഇത് ഞാൻ നേരത്തെ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിലോട്ട് ഫിക്സ് ചെയ്യുകയാണ്. നല്ലോണം ഗ്ലൂ തേച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെയർ ബാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വീതിയുള്ളതിൽ വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇനി ഒരു പീസ് എടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് അതേ അളവിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.